വിഷൻ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നുവല്ലോ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന്. അപ്പോൾ പല കൂട്ടുകാർക്കും മനസ്സിലായി ഞങ്ങൾ ഉദ്ദേശിച്ച സ്പെഷ്യൽ ഡേ എന്തിനാണെന്ന് പറഞ്ഞപ്പോൾ പല കൂട്ടുകാർ പറഞ്ഞു ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ എന്ന്. അതേ, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ 6 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. 2018 ഏപ്രിൽ 19 ആയിരുന്നു ഞങ്ങളുടെ മാരേജ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഭാവനപുരം പള്ളിയിലോട്ട് തൃശ്ശൂരിൽ സംസാരിക്കുന്നത്. അപ്പോൾ റോഡിൽ വണ്ടി പോകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അവൾ പിന്നെ കൂട്ടരെ ഞങ്ങൾ നല്ല രീതിയിലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച കണക്കൊന്നും നടന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളോട് കൂടെ ഞങ്ങളുടെ കൊച്ചിൽ പങ്കെടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ബന്ധുക്കൾക്ക് അവർക്കൊന്നും വീഡിയോയിൽ വരുന്നതൊന്നും ഇഷ്ടമല്ല. പിന്നെ നമ്മൾക്കും ഇഷ്ടമില്ലാത്തവർ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു. ഇനി വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞു ഇഷ്ടമില്ലാത്ത ആരും ഉൾപ്പെടുത്തില്ല, ഞങ്ങളുടെ വീഡിയോയിൽ എപ്പോഴും ഞങ്ങൾ മാത്രം മതി കേട്ടോ. അല്ല കേട്ടോ, അതാണ് നല്ലത്. അതാകുമ്പോൾ വിഷമവും വരില്ല, പരാതിയൊന്നും വരില്ല. അപ്പം ഞാൻ അനുഭവിക്കുന്ന ഇതേ വിഷമം എൻ്റെ കൂട്ടുകാരും അനുഭവിക്കുന്നുണ്ടായിട്ട് വീഡിയോയിൽ പറഞ്ഞു കേട്ടോ. അത് തന്നെയാണ് എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ തന്നെ ഇഷ്ടമില്ല. നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയാണെങ്കിൽ പോലും അവർക്കും താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ആരെയും അങ്ങനെ വിഷമിപ്പിച്ച് കൊണ്ട് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ച് അവരൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ മാത്രമല്ല എല്ലാവരും പൊതുവെ എല്ലാവരുടെയും കാര്യമാണ്. അത് തന്നെയാണ്. കാരണം ഞാൻ വീഡിയോയിലൂടെ പലരും പറഞ്ഞിട്ടുണ്ട്, പലരും ഇതേ അഭിപ്രായമുണ്ട്. നിർത്താമെന്ന് തീരുമാനിച്ച ആളുകൾ വരെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ പിന്നെ വലിയ ചാനലുകാരൊന്നും അല്ലല്ലോ. ചാനലാണല്ലോ. നമ്മളുടെ ഫ്രണ്ട്സിന് വേണ്ടി നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോ സന്തോഷങ്ങളൊക്കെ എടുത്തിരുന്നതല്ലേ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞാഘോഷത്തിന്റെ വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാനൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. ഫോൺ ചെയ്താ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. വാവച്ചിക്കുട്ടിക്ക് എന്ത് തോന്നി? സന്തോഷം തോന്നി. പക്ഷെ നിനക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഈ ഫോൺ എടുത്തായിരുന്നു എന്നുള്ളത് അല്ലേ? ഞാൻ ഇത് ഒളിച്ചു വെച്ചിരുന്നെങ്കിലും നിനക്കിത് ഞാനിത് എടുത്തെന്ത് ഫോൺ ആയിരിക്കും തരുന്നത്. എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് തരുമെന്ന് പറയുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതെനിക്ക് എന്തെങ്കിലും ഡ്രസ്സ് ആയിരിക്കും വിചാരിച്ച സമയത്ത് ഞാൻ കുക്ക് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞ് ഫോണിലൊരു കോഡ് വന്നിട്ടുണ്ട്. OTP കോഡ് വന്നിട്ടുണ്ട് പറയുന്നു പറഞ്ഞ്. അപ്പോഴെനിക്ക് ചെറുതായിട്ടൊരു സംശയം തോന്നി, എന്നാലും വിചാരിച്ചില്ല. അപ്പൊ ശരി, ഓക്കെ. അപ്പൊ നമുക്ക് നമ്മളെ തുടർന്നുള്ള വീഡിയോയിലോട്ട് പോകാതെ. ബാക്കി കുറച്ച് ഭാഗങ്ങൾ ഇനി ചിലപ്പോൾ ബാക്കി അടുത്ത് വരുന്നത് ചിലപ്പോൾ ഈ ഫോണിലായിരിക്കും. ഇതൊരു റെഡ്മി, ഞാൻ പുതിയ ഫോണൊന്നും അല്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ഫോൺ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുള്ളൂ. മറ്റേ ഫോണ് പലതവണ പാറയിൽ വന്ന് വീട് മുഴുവൻ പൊട്ടലുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ഞാൻ ഫോണിന്റെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. വാട്സാപ്പ് ഒന്നും ഇല്ല ഫോണില്. അപ്പൊ ശരി, ഓക്കെ. അടുത്ത വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് നമ്മുടെ തുടർന്നുള്ള വിശേഷങ്ങളോട്ട് പോകാം. അപ്പോൾ കൂട്ടുകാരെ, ചേട്ടൻ വൈകുന്നേരം തന്നെ കടയിൽ പോയിട്ട് ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഒരു കേക്ക് മേടിച്ചിട്ടുണ്ടെന്ന്. 1 കിലോയുടെ പാക്കറ്റാണ്. അപ്പോൾ അത് 300 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ്. ഈ സമയത്ത് അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടേ. അച്ഛനടുത്ത് കൊടു. അച്ഛനവിടെ കൊടുത്തിട്ടില്ലേ നീ തിന്നാളാ. അച്ഛനെ വാങ്ങി കൊടു. അങ്ങനെ അമ്മക്കൂടെ എടുത്തു കൊടു. ഇനി മക്കളാക്കി ഇനി മക്കളില്ലേ അവിടെ എടുത്ത് കൊടു. കുറച്ച് ഓക്കെ.
എന്നിട്ട് അച്ചാച്ചൻ തിന്നു. ഇതിനല്ലേ ഇത്രയും ബഹളം കാണിച്ചത്. അത് കഷ്ണമായിട്ട് കിട്ടിയില്ല. ക്രീം അല്ലേ അത് ബ്ലാക്ക് ഫോറസ്റ്റ്. അച്ചാമ്മി കൊടുത്താ ഓക്കെ. മക്കളെ ഇത് മൊത്തത്തിൽ അങ്ങനെ കട്ടി വൃത്തിയിലാക്കട്ടെ. നേരെ ടീച്ചറമ്മയ്ക്ക് കൊടുക്കണം കേട്ടോ. കണ്ടിട്ട് പോലും അതൊക്കല്ല നിങ്ങൾ കണ്ടിച്ച് ഇതാക്കി കൊടുക്ക. ഒക്കെ തിരി പാത്രത്തിൽ വെച്ച് കൊടുക്കാനോ അങ്ങനെ എടുക്കാതെ കാര്യമുണ്ട്. ഇതിൽ അച്ചെടുത്ത് പാത്രത്തിൽ ഒരു കിണ്ണത്തിലാക്കി കട്ട് ചെയ്തത്. അതൊക്കെ പാത്രത്തിൽ എടുത്ത് വെച്ച് കൊടുക്കണം. കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഇനി ഞാനും ഒരു കുഞ്ഞ് പീസ് എടുത്ത് ഞാനും കൂടി കഴിക്കട്ടെ. അപ്പോൾ ചേട്ടനും കഴിച്ചു, മീനും കഴിച്ചു, ഞങ്ങളെല്ലാവരും കഴിച്ചു. സൂപ്പർ കേക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇത് ഞങ്ങളുടെ പുൽക്കൂടിന് ഇടാനായിട്ട് വാങ്ങിച്ച LED ലൈറ്റാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ കർട്ടനിൽ ഡിസൈൻ ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് ചേട്ടൻ വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ എഴുതി ഇട്ടിട്ടുണ്ടേ. ഇതിന്റെ ഒരു ചെരുപ്പ് ഇത്തിരി ഇവിടെ കിടക്കണം നോക്കിയാണ്. നേരത്തെ ഞാൻ അങ്ങ് അടിയിൽ നിന്നാണ് എടുത്തിട്ടത്. അങ്ങനെ കൂട്ടുകാരെ ഞങ്ങൾ ചെറിയ രീതിയിൽ കേക്കൊക്കെ കട്ട് ചെയ്ത് അച്ഛനും അമ്മയൊക്കെ പോയി അവരോടൊപ്പം ഇരുന്ന് ഞങ്ങൾ പിന്നെ രാത്രി ഫുഡ് ഉണ്ടാക്കി കേട്ടോ. ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ രാവിലെ പ്രതീക്ഷിച്ചില്ലായിരുന്നു അവർ വരുന്നതിന് ശേഷമാണ് അറിഞ്ഞത് കേട്ടോ. പിന്നെ ഞങ്ങൾ ബാക്കി അരിയുണ്ടായിരുന്നൊക്കെ എടുത്ത് ബിരിയാണി കഴിച്ചു. അവരോടൊപ്പം ഇരുന്ന് ഒത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അവർ പിന്നെ അവരുടെ വീട്ടിലേക്ക് പോയി. നേരെ ഞങ്ങൾ ഇന്നെന്തായാലും പള്ളിയിൽ വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇന്ന് കുരിശടിയിൽ വന്ന് നമ്മൾ ഇത്രയും വർഷം നമുക്ക് സന്തോഷവും സമാധാനമൊക്കെ തന്ന ദൈവത്തിന് നന്ദി പറയണമല്ലോ എന്ന് കരുതി അങ്ങനെ കുരിശടിയിൽ എത്തിയതാണ് കൂട്ടുകാരെ. ഏകദേശം 11 മണിക്കാണ് ഞങ്ങൾ ഈ കുരിശടിയിൽ വരുന്നത്. കുറേ നേരം വരെ ഈ കുരിശടിയിൽ വന്ന് ഇങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചിരുന്ന് അതിനുശേഷം ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് മീൻ പറഞ്ഞു മീനുകുട്ടിക്ക് വയറ് വിശക്കുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേ ഞങ്ങൾ ഇവിടെ പുളിമാത്തുള്ള ഒരു തട്ടുകടയിൽ കയറി ദോശ കഴിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇടയ്ക്ക് ദോശയൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ വരുന്നത്. ഞാനും 2 ദോശയും ചേട്ടൻ 2 ദോശയും മീനുകുട്ടിക്ക് ഒരു ദോശയൊക്കെ വാങ്ങിക്കൊടുത്തു. സാമ്പാറും ചമ്മന്തിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ പുളിമാത്ത വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മീനുകുട്ടിക്ക് ഉറക്കം വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇതൊക്കെയായിരുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.